ആണ് ജനങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികളടക്കം വലിയ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ നടപടികളും മനുഷ്യജീവന് പകരമായി എന്ത് കൊടുത്താലും അത് പകരമാവില്ല എന്നെല്ലാം നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ നിലയിലും കുടുംബത്തെ സഹായിക്കുന്നത് മാത്രമല്ല പ്രതിരോധ മാർഗങ്ങൾ ഇന്ന് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രതിരോധ മാർഗങ്ങളെല്ലാം അടിയന്തര സ്വഭാവത്തോടു കൂടി ചെയ്യണമെന്ന് ജനങ്ങളുടെ അതേ വികാരത്തോടൊപ്പം തന്നെയാണ് കോതമംഗലം MLA എന്നുള്ള നിലയിൽ ആ ഒരു വികാര പ്രകടനമാണ് ഞങ്ങളവിടെ ബന്ധപ്പെട്ടവരുടെ മുൻപാകെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അടിയന്തരമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളത് കുറെ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചു. തുടർച്ചയിൽ ഇവിടെ ഇരുന്ന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, അവർ അംഗീകരിക്കുന്ന തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഈ ബോഡി ഇവിടെ നിന്ന് നീക്കാൻ കഴിയുള്ളൂ എന്നുള്ള കർശനമായ നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം കൊടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ കഴിയുന്നു അടിയന്തരമായി ഇപ്പൊ ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഇതാണല്ലോ ഓഫീസ്. പൂജ, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും എന്നുള്ളതാണ് MLA അറിയിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. ആളുകളുടെ സമ്മതമില്ലാതെ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും